എന്തായാലും ഈ പേര് കൊണ്ട് തന്നെ ഒരു ഗ്രാമത്തിലെ കഥയാണ് അല്ലേ? ഇത് പേര് രണ്ട് രീതിക്ക് ഞാൻ പറയുന്നു. ഒന്ന് സ്ഥലപ്പേരാണ്. ആകാശപ്പറമ്പ് എന്നുള്ള സാധനം സ്ഥലപ്പേരായിരിക്കും അല്ലെ? മറ്റേ പേര് പാതാളക്കുഴി അല്ലെ? ഈ സ്ഥലമാണ് ഗ്രാമത്തിൽ നടക്കുന്ന ഒരു സാധാരണ ഗ്രാമത്തിൽ നടക്കുന്ന സാധാരണ ആൾക്കാരുടെ കഥ പറഞ്ഞു പോകുന്നത് അല്ലെ? ഈ സ്ക്രിപ്റ്റ് എഴുതുമ്പോൾ ഇത്തരം സബ്ജക്റ്റില് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് പീതാംബരൻ അല്ലെങ്കിൽ മാളവിക എന്നൊരു കഥാപാത്രം, കേമൻ സോമൻ എന്ന കഥാപാത്രം ഇവരിലേക്ക് തന്നെ ചേരുമെന്ന് താങ്കൾ വിചാരിച്ചുകൊണ്ടാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത്? അങ്ങനെ ഇല്ല. ആർട്ടിസ്റ്റിനെ മനസ്സിൽ കണ്ടിട്ട് സ്ക്രിപ്റ്റ് എഴുതാറില്ല. പിന്നെ ഡയറക്ടറോട് കൂടിയിട്ട് നമ്മൾ ഇരുന്ന് ഡിസ്കഷനിലാണ്. പിന്നെ ഡയറക്ടറുടെ ഒരു തീരുമാനങ്ങളാണ് കൂടുതലും ഉണ്ടാവുക. കാരണം നമ്മൾ എഴുതി വെക്കുന്നതിനെ വിഷ്വലൈസ് ചെയ്യേണ്ട ഒരു ചുമതല ഡയറക്ടർക്കാണ്. അപ്പോൾ ആളാണ് അത് ഓരോരുത്തരും എങ്ങനെ പെർഫോം ചെയ്യുന്നു, ഇത് ഇന്ന ആള് ചെയ്താൽ നന്നായിരിക്കും, ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും, ഒരു പുതിയ ഒരാളാണെങ്കിൽ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളത് ഡയറക്ടറാണ് തീരുമാനിക്കുക. അപ്പോ മനസ്സ് കണ്ടിട്ട് എഴുതുന്നത് ശീലം പൊതുവെ ഇല്ല, കുറവാണ്. പിന്നീട് ഇവരിലേക്ക് എത്തുന്നു. അതെ, എത്തിക്കഴിയുമ്പോൾ താങ്കളുടെ മനസ്സിലുണ്ടോ ഇത് നമുക്ക് ആപ്റ്റായ കഥാപാത്രം തന്നെയാണ്? അങ്ങനെ തോന്നിയാലേ പറ്റുള്ളൂ. അഡ്വാൻസ് ഒന്നും നമ്മൾ അഡ്വാൻസ് തന്നെ ഒന്നും കാര്യം ചോദിച്ചോ? അല്ല, നിങ്ങൾ എന്താണ് ശരി പറഞ്ഞത് അങ്ങനെ തിരിച്ചു ചോദിച്ചാണ് അല്ലേ? അതല്ലേ അങ്ങനെ ചോദിച്ചാൽ ഇനിയിപ്പോ സത്യം പറഞ്ഞേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും നമുക്കൊരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാമത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ് വെച്ചാൽ ഏറ്റവും റിസ്ക് ഉള്ള പണിയാണ്. നമ്മളിപ്പോ കാണുന്നത് പഞ്ചായത്ത് പ്രസിഡന്റാണ് ഏറ്റവും റിസ്ക് ഗ്രാമത്തിലെ അല്ലെ? ആ ഗ്രാമത്തിലെ റിസ്കും ഇല്ലെന്ന് ഈ പടം കാണുമ്പോൾ മനസ്സിലാവും. അതെ, മനസ്സിലാവും. പക്ഷെ കേമൻ സോമൻ ഓപ്പോസിറ്റ് ആണ്. അവിടെയാണ് പ്രശ്നം. അല്ല, അതുകൊണ്ട് ഒരു കാര്യമില്ല. കേരളത്തിന് മാത്രമേ നിങ്ങൾ വേറെ ഇടയ്ക്കോട്ട് പോക്ക് പോകുന്നുണ്ട്. കഥ ഞങ്ങളെ തോണ്ടി പിടിക്കാൻ പറ്റുമെന്നല്ല, അത് കിട്ടൂല. അത് ഇങ്ങനെ കയറി വന്നപ്പോഴേ ഞങ്ങൾക്ക് താക്കിയത്. അല്ല, ട്രെയിലറിൽ കേമൻ സോമൻ എന്ന് പറഞ്ഞിട്ട് പീതാംബരൻ മാളവ എന്ന് പറഞ്ഞു. ഈ കഥാപാത്രം ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതെ, അത്രേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇടയ്ക്കൂടെ നോക്കി ഞാനിപ്പോഴും കട്ട് ചെയ്യാറ്. ഞാൻ വിട്ട് ഇത്തരം ഒരു ഗ്രാമമാണ്. അപ്പൊ അങ്ങനെ പിന്നീട് നമ്മള് ചില ആൾക്കാർ അഭിനയിക്കുമ്പോൾ അത് നമ്മൾ എഴുതി വെച്ചതിനേക്കാൾ കൂടുതൽ നന്നായിട്ട് കിട്ടും. ആ ക്യാരക്ടർ കുറച്ചുകൂടെ നന്നായിട്ട് വരും സ്ക്രീനിൽ. അപ്പൊ ചിലപ്പോ നമുക്ക് എന്തെങ്കിലുമൊക്കെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്യാനൊക്കെ തോന്നാറുണ്ട്. അതൊരു പ്രോസസ് ആണല്ലോ, മാത്രമല്ലല്ലോ. തീർച്ചയായിട്ടും. അതെ, ഈ ഹോട്ട്സ്റ്റാറിന്റെ ഒരു വെബ് സീരീസിലേക്ക് പോകണമെങ്കിൽ ഒത്തിരി കടമ്പകളുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ കുറെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ആ കടമ്പകളൊക്കെ കിടക്കാൻ താങ്കൾ ഒത്തിരി കഷ്ടപ്പെട്ടിരുന്നോ? നമ്മൾ എഴുതിയ ഒരു പ്രൊഡക്റ്റിലുള്ള വിശ്വാസം, പിന്നെ എന്നെയും ഡയറക്ടറെയും അവർ ട്രസ്റ്റ് ചെയ്യുന്നതും അതൊക്കെ ഒരു ഫാക്ടേഴ്സ് ആണ്. ഇപ്പൊ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു ഗുഡ് വില്ല്, ഇങ്ങനെയുള്ള ഫാക്ടേഴ്സിൽ നമുക്കധികം ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നിട്ടില്ല. നമുക്ക് അങ്ങനെ ഈ സ്ക്രിപ്റ്റ് നമ്മൾ സബ്മിറ്റ് ചെയ്യും, അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. സ്ക്രിപ്റ്റ് അല്ലെങ്കിൽ 1 ലൈൻ, പിന്നീട് സ്ക്രിപ്റ്റ്, പിന്നീട് നമ്മളെ ഒരു കാസ്റ്റ് ആൻഡ് ക്രൂ ഡീറ്റെയിൽസ്. അപ്പൊ ആ പ്രോസസ്സൊക്കെ അധികം വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ നമുക്ക് മുന്നോട്ട് പോയിട്ടുണ്ട്. വളരെ ഹാപ്പിയാണ് അല്ലെ? നമുക്കിനി ദിവസങ്ങളില്ല, റിലീസിന് ദിവസങ്ങളില്ല. ചേഞ്ച് ആകണമെങ്കിൽ മൈജി തന്നെ പോണം. ലേറ്റസ്റ്റ് ബ്രാൻഡ് മൊബൈലുകളും ബെസ്റ്റ് ആക്സസറീസ്, ഒറിജിനൽ ബ്രാൻഡുകളുടെ വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. ചേഞ്ച് ആകൂ, വേറൊരു റേഞ്ച് ആകൂ. Neetu's Academy, India's #1 language academy.